മുടിക്കുട്ടി ചതിക്കുട്ടി കൽപ്പനാക്കുട്ടി വെറ്റിലക്കുട്ടി പുകലക്കുട്ടി അച്ഛൻ പരമേശ്വരനായിരിക്കുന്നല്ലോ. കൂളിക്കുന്നം കാട്ടകം ചണ്ണ കൊത്തുന്ന ചാവാലിമുടയുടെ വഴി വരുന്ന നേരത്തു കൂളിവാക പെണ്ണിനെ കണ്ടു. ഇത് വല്ല മാനാണോ മയിലാണോ ചെറുതന പുലിയാണോ എന്നറിയാതെ കണ്ട് കൂളിവാക പെണ്ണിനെ അമ്പയുവാനും കുലപ്പെടുത്തുവാനും ചെല്ലുമ്പോ കൂളിവാക പെണ്ണവളായിരിക്കുന്നു. പേടിച്ചു ഭയപ്പെട്ടു. അച്ഛൻ പരമേശ്വരനോട് പറഞ്ഞു, അച്ഛാ പരമേശ്വര ഭഗവാനെ പെണ്ണിനെ കൊല്ലല്ലേ അച്ഛാ, പെൺശാപങ്ങളൊന്നും കയ്യേൽക്കല്ല ഭഗവാനെ എന്നതിനെ കേൾക്കുന്ന നേരത്തു അച്ഛൻ പരമേശ്വരൻ ചോദിച്ചു, കേട്ടുകൊണ്ടാലും പെണ്ണേ പെൺകിടാവേ എങ്ങു നിന്നു വരുന്നു, എവിടേക്ക് വഴി പോകുന്നു, ഇവിടെ വന്നു നിൽക്കുന്ന കാര്യമെന്താണെന്ന് ചോദിക്കുമ്പോ കൂളിവാകപ്പെണ്ണും പറഞ്ഞു, അച്ഛ പരമേശ്വര ഭഗവാനെ ഞാനായിരിക്കുന്നല്ലോ. കൂളിക്കുന്നം കാട്ടകത്ത് കൂളിവാക അമ്പര എന്ന കാട്ടാളത്തി ചെറുവള്ളോത്തി പെണ്ണ് പെൺകിടാവും ഞാനാകുന്നല്ലോ. ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്നു മുളച്ച ചമ്മക്കിഴങ്ങ് ചാവാലിക്കിഴങ്ങ് കൊത്തുകിഴങ്ങ് നറുകിഴങ്ങാലയൊക്കെ കുത്തിയും മാന്തിയും നിലനിൽക്കുകയാണ് പരമേശ്വര ഭഗവാനെ. ആയതിനെ കേൾക്കുന്ന നേരത്ത് അച്ഛൻ പരമേശ്വരനായിരിക്കുന്നു. മറഞ്ഞൊരു കോണിൽ നിന്ന് കൂളിവാക പെണ്ണിനെ അടിമുടിയാസകലോ നോക്കി കാണുമ്പോ കൂളിവാക പെണ്ണിന്റെ അടിയഴക് കാണുന്നല്ലോ. മുടിയഴക് കാണുന്നു. അമ്പിളി തൃച്ചിട പോർച്ചുണങ്ങും കണ്ടു, നിലവിലാസങ്ങളും കണ്ടു. തത്തം വച്ചുണ്ട് പവിഴ പല്ലഴക് കാണുന്നു. ആലിലയ്ക്കൊത്ത അടിവയറും കാണുന്നല്ലോ. തുമ്പിക്കരത്തിനൊത്ത രണ്ട് വളർത്തുടകളും കാണുമ്പോ അച്ഛൻ പരമേശ്വരന് നിന്നുകൂടാ, സഹിച്ചുകൂടാ, സംഭ്രമിച്ചുകൂടാത്ത വഴിമൂലം കൊണ്ട് കൂളിവാക പെണ്ണിനെ എത്തിത്തീണ്ടുവാനും കൈപ്പിടിക്കുവാനും ആയ മോഹങ്ങള് പ്രണയോരു മോഹങ്ങളൊക്കെ തീർക്കുവാനായി കൂളിവാക പെണ്ണിന്റെ അടുത്തേക്ക് അങ്ങനെ അടുത്തടുത്ത് ചെല്ലുന്ന നേരം പെണ്ണായിരിക്കുന്നു. പേടിച്ചു ഭയപ്പെട്ടു ഉള്ളം തല്ലി ഉടലെന്ന് പിറച്ചു കൂലിവാക അകലെ മാറി നിന്ന് പറഞ്ഞു, അയ്യോ എന്റെ അച്ഛാ, ശ്രീ പരമേശ്വര ഭഗവാനെ ഇപ്പോൾ പോകുന്നത് സത്യമായുള്ളൊരു പകൽ പിറന്ന നായാട്ടിനല്ലേ. ആ നായാട്ട് കഴിഞ്ഞു വരുമ്പോൾ ഞാനായിരിക്കുന്നു എന്റെ ഈ ഉറക്കള നിലപാടാളത്തിൽ വന്നിരിക്കാം. അപ്പോൾ അങ്ങേക്ക് ഇന്ന് തോന്നിയ സംഘമോഹങ്ങൾ പ്രണയമോഹങ്ങളൊക്കെ ഞാനായിരിക്കുന്നവിടെ വെച്ചൊന്ന് തീർത്തരാമെന്നൊരു കള്ളം നുണച്ചതി പറയുമ്പോൾ കോളിവാക പെണ്ണായിരിക്കുന്നതിനെന്തോ അയ്യോ എന്തൊരു കാലം കലികമാണ്. എന്നെ സൃഷ്ടിച്ച മഹാദേവനിൽ ഒരു മഹാദേവനല്ലേ എന്റെ അടുത്ത് തൊടുവാനും എന്നെ കെട്ടിപ്പുണർന്ന് സംഘമോഹങ്ങള് പ്രണയമോഹങ്ങളൊക്കെ തീർക്കുവാൻ എന്റെ അടുത്ത് വന്നത് ആയതുകൊണ്ട് എനിക്ക് ശ്രീ കൈലാസത്ത് കല്യാണം സത്യസ്വരൂപിണി പാർവതിയെ മാതാവിനെ കണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഉണർത്തിക്കേണമായതിനെ നിന്നത് കൂളിവാക പെണ്ണായിരിക്കുന്നവരുടെ കൂളിക്കുന്ന നാട്ടകങ്ങളൊക്കെ ഓടി 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 ഓടിയേ ഓടി ഓടി കിടന്നു. ഭൂമി ലോകത്ത് നിന്ന് ദേവലോകം തേറുന്ന ഇന്ദ്രാലോകങ്ങള് 7-2-14 ലോകങ്ങള് കൈലാസം പണ്ടാരാണ്. കളിമുഖത്ത് വെള്ളിത്തകടിച്ച തിരുമുറ്റത്ത് വന്ന് പാർവതി മാതാവിന് വിളി പകർന്നു, പാർവതി മാതാവേ 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 മാതാവായിരിക്കും നല്ല കൂളിവാകിയോട് നിന്ന് ചോദിക്കുന്ന കാലത്ത്
കൂടിവാകെ നീ എന്തിനെ കൊണ്ട് നീ കൈലാസത്ത് വന്ന് എന്നെ വിളിച്ച കാര്യം അപ്പോ പറഞ്ഞു കൂടിവാക കേട്ടുകൊണ്ടാലും അമ്മേ പാർവതി മാതാവ് അച്ഛൻ ശ്രീ പരമേശ്വരൻ മകൾ പിറന്ന പള്ളി വലിയ നായാട്ടിന് വഴി പോകുമ്പോ കൂളിക്കുന്ന കാട്ടകത്ത് വെച്ച് എന്നെ കണ്ടു ആയമോഹങ്ങളും പ്രണയമോഹങ്ങളൊക്കെ തീർക്കുവാൻ വന്നു. ആയതുകൊണ്ട് ഞാൻ അച്ഛൻ പരമേശ്വരനോട് ഒരു കള്ളമുണകളെ കൊണ്ടൊരു സത്യം പറഞ്ഞടിച്ചിട്ടുണ്ട്. ആയതുകൊണ്ട് അമ്മ പാർവതി മാതാവ് ഇവിടെ നിന്നൊരു ഉപദേശങ്ങളൊക്കെ പറഞ്ഞു തരിക വേണം. ആയതിനെ കേട്ടോ അമ്മ പാർവതി മാതാവ് പറഞ്ഞു മിണ്ടി പോകാനും കേട്ട് പോയാലോ ദേവലോകത്തിന് എനിക്ക് അപമാനക്കേടല്ലേ. ആയതുകൊണ്ട് നീയേ കൈലാസത്തിലേക്ക് ഞാൻ വൈകുണ്ഠം വരെ ഒന്ന് വഴി പോകട്ടടി കൂടിവാകെ പറഞ്ഞു. അമ്മ പാർവതി മാതാവ് കൈലാസം മുടച്ചു പൂട്ടുന്നു. വളർത്താക്കോലുത്തര പടിയിൽ വെച്ച് വിഷ്ണു ഭഗവാന്റെ വൈകുണ്ഠം നോക്കി വഴി പോരുന്നതേ. പാർവതി മാതാവായിരിക്കുന്നല്ലോ വൈകുണ്ഠത്തോടെ വഴി ചെന്നു വിഷ്ണു ഭഗവാനെ നേടി വിളി പകരുമ്പോ വിളിച്ചിന വിളിയതൂ കേട്ടു. വിഷ്ണു ഭഗവാനായിരിക്കുന്നു അകത്തില്ലം മകശാലയിൽ നിന്ന് പുറത്തില്ലം പുറശാലയോടെ വന്ന് നോക്കുമ്പോ പാർവതി മാതാവിനെ കാണുമ്പോ ചോദിച്ചു, എന്തിനെ കൊണ്ടാണ് പാർവതി, എന്തിനെ കൊണ്ടാണ് എന്നെ ഇവിടെ വന്ന് വിളിച്ച കാര്യമെന്താണെന്ന് ചോദിക്കുമ്പോ അമ്മ പാർവതി മാതാവും പറഞ്ഞു, കേട്ടുകൊണ്ടാലും വിഷ്ണു ഭഗവാനെ അച്ഛൻ പരമേശ്വരനായിരിക്കുന്നല്ലോ ഒരു നാളത്തെ പള്ളിവേട്ടവകൾ നായാട്ടിനായി കൂളിക്കുന്നം കാട്ടകം ചണ്ണ കുത്തുന്ന ചാവാലിമ്മടയിലൂടെ വഴി ചെന്നപ്പോ കൂളിവാക പെണ്ണിനെ കണ്ടു. എത്തി തീണ്ടുവാനും കൈപിടിക്കുവാനും ആയ മോഹങ്ങള് പ്രണയോര് മോഹങ്ങളൊക്കെ തീർക്കുവാനായി അടുത്തേക്ക് ചെന്നല്ലോ. ആയതുകൊണ്ട് വിഷ്ണു ഭഗവാൻ എനിക്ക് ഇതിനോരംഗോപദേശം ചൊല്ലി പറഞ്ഞു തന്നേ മതിയായില്ലേ. കേട്ട നേരത്ത് വിഷ്ണു ഭഗവാൻ പറഞ്ഞു, അല്ലയോ എന്റെ പാർവതി, ഈ കൂളിവാകെ ഞാൻ കണ്ടിട്ടില്ലടി. ആയതുകൊണ്ട് ഈ കൂളിവാക പെണ്ണിന്റെ മായാരൂപങ്ങളൊക്കെ നീ എനിക്കൊന്നു അവതരത്തു കാണിച്ചാൽ ഞാനായിരിക്കുന്നതിലൊങ്കോപദേശം തരാതിരിക്കില്ല. ആയതിനെ കേട്ട നേരത്ത് പാർവതിയായിരിക്കുന്ന കൂളിവാക പെണ്ണിന്റെ സുന്ദരമാർന്നമായ രൂപങ്ങളൊക്കെ അവതരിത്തു വിഷ്ണു ഭഗവാന് കാണിക്കുന്ന നേരത്ത് വിഷ്ണു ഭഗവാന് കൂളിവാകയോട് സംഘമോഹങ്ങൾ, പ്രണയമോഹങ്ങൾ, ആശ മോഹങ്ങളൊക്കെ തോന്നുന്ന നേരത്ത് വിഷ്ണു ഭഗവാൻ പറഞ്ഞു, അയ്യോ എന്റെ പാർവതി, ഈ പെണ്ണിനെ കണ്ട് മോഹിച്ചതിൽ അച്ഛനെ നമുക്ക് കുറ്റം കുറവൊന്നും പറയാനില്ല. ആരും തന്നെ ഈ സുന്ദരമാർന്ന കൂളിവാക പെണ്ണിന്റെ രൂപം കണ്ട മോഹിച്ചു പോകുമായതുകൊണ്ട് നീ മാതാവായിരിക്കുന്നല്ലോ. ഈ കൂളിവാകയുടെ രൂപങ്ങളൊക്കെ അവതരിക്കണം. അവളുടെ കണ്ണ കുത്തുന്ന ചാവാലും മടയിൽ വന്നു നിന്നാൽ അമ്മയെ കണ്ട് അച്ഛൻ കൂളിവാകി എന്ന് കരുതി സംഘമോഹങ്ങള്, പ്രണയമോഹങ്ങളൊക്കെ തീർത്തു എന്ന് വന്നാൽ എന്റെ മായത്താലും അച്ഛൻ ശ്രീപരമശിവന്റെ വീതത്താലും ഒരു പിള്ളയ്ക്ക് വരമായിരിക്കും മാതാവേ. ആയതിനെ കേട്ട നേരത്ത് മാതാവായിരിക്കുന്ന വിഷ്ണു ഭഗവാനോട് അണിയുടെ യാത്രകളൊക്കെ കൈവഴങ്ങുന്നു. അങ്ങനെ വൈകുണ്ഠത്തുനിന്ന് വഴി പോകുന്ന ഇന്ദ്രാദി മന്ധാദി ദേവലോകങ്ങളൊക്കെ ഓടി ഇടകടന്ന പാർവതിയായിരിക്കുന്ന ഭൂമിലോകം കീഴടങ്ങുന്നു. ചെത്തിക്കുന്ന്, ചെറുമാൻ കുന്ന്, ചെമ്പരത്തിക്കുന്ന് കഴിഞ്ഞ് കൂളിക്കുന്ന കാട്ടകത്തോടെ വന്നവളുടെ ചണ്ണുകുത്തുന്ന രാവാലും മടയിലായിരിക്കുന്നു. അച്ഛന്റെ വരവിനെയും കാത്ത് പാർവതി അറിയിരിക്കുന്ന കാലത്ത് പാർവതി മാതാവ് കൂടിവാക പെണ്ണിന്റെ മായാവേഗങ്ങളൊക്കെ അവതരത്തെ
അറിയിരിക്കുമ്പോ അച്ഛൻ ശ്രീ പരമേശ്വരന് കിഴക്ക് ചെന്ന് കൊല്ലപ്പർവ്വതത്ത് ചെന്ന് കല്ലുകൊണ്ടടയ്ക്കേണ്ട കടവാരങ്ങൾ കല്ലുകൊണ്ടടച്ച് മുള്ളുകൊണ്ടടയ്ക്കേണ്ട കടവാരങ്ങൾ മുള്ളുകൊണ്ടടച്ച് ഏറ്റത്തിനും മുലയും കുത്തി റക്കത്തിന് കാവലും വിരന്നു കാലന നാഴിക നേരമായിട്ടും കണ്ടില്ല മാമ കാട്ടാന കരടി പുലി ചെന്നായ കാട്ടും പോത്തും കേത്തലും മയിലും കുയിലും മാൻപേടയും ഓടകം നെല്ലി തിറപ്രാവിന്റെ പപ്പം കിട്ടാത്ത വഴി മൂലം കൊണ്ട് അച്ഛൻ പരമേഗ്രങ്ങളെ അറിയിരിക്കുമ്പോ കൂടി വാകപ്പെണ്ണ് പറഞ്ഞ കഥകളൊക്കെ ഓർമ്മ വന്നു വേഗം തന്നെ പള്ളി വില്ല് നായാട്ടുകളൊക്കെ നിരത്തി ശ്രീ പരമേശ്വരൻ നല്ലച്ഛൻ വെള്ളക്കുതിര തന്റെ പുറം കയറി കൂളിക്കുന്ന കാട്ടകം വെട്ടു കണ്ടം ചിറ്റേനി പാറ കരിനീലി പുഷ്പം എണ്ണ കൊത്തുന്ന ജാവാലി മട നോക്കി പരമേശ്വരൻ വഴി പോരുന്നല്ലോ അങ്ങനെ അകലെ വെച്ച് കൂടിവാക പെണ്ണിന്റെ മായാരൂപം അവതരിച്ച് അറിയിരിക്കുന്ന അമ്മ പാർവതിയെയും അച്ഛൻ പരമേശ്വരൻ കണ്ടറിഞ്ഞു വേഗം തന്നെ വെട്ടു കണ്ടം ചെന്നേനി പാറ കരിനീലി പുഷ്പം കണ്ണ കുത്തുന്ന ജാവാലി മടയോടെ അച്ഛൻ പരമേശ്വരൻ അടുത്തിട്ട് ചെല്ലുന്ന നേരം തണ്ടൽവാരം വെട്ടിനിക്കുന്നു വരുന്നല്ലോ തണ്ടലുള്ളി തരുവാൻ ഉദ്ധവരും ഉടയവരും ആരും തന്നെ നിൽക്കില്ല ദാഹിച്ച വെള്ളം തരുവാനോ പെറ്റമ്മ മാതാവിനിക്കില്ല വെറ്റി കിടക്കുവാനോ കുടിമാടമില്ല പരമേശ്വര നല്ല ഏതോ ഒരു വണ്ണ ഞാൻ പെറ്റു പ്രസവിക്കണ്ട എന്ന് കുളിവാകപ്പെട്ട അച്ഛനോട് എന്ന് പറയുന്നതേ പരമേശ്വരന്റെയും പാർവതി മാതാവിന്റെയും കങ്കപ്രത്യക്ഷൻ കൊണ്ട് കൂളിവാകപ്പെണ്ണിനെ ചമ്മ കുത്തുന്ന ചാവാലിമട പെറ്റുകിടക്കുവാനുള്ള ഈറ്റില്ലം പോമാടകമെന്ന് തോന്നിക്കുന്നല്ലോ വലഭാഗം നിൽക്കുന്ന കരിമ്പന വയറ്റാട്ടിയാണെന്നും തോന്നിക്കുന്നു കരിമ്പനയിൽ പടർന്ന ഒരു വള്ളി പിടിവള്ളിയാണെന്നും തോന്നിക്കുന്നല്ലോ അന്നേരത്ത് കൂളിവാകപ്പെണ്ണ് ചാവാലിമടയിലൂടെ വഴി ചെന്നു മുട്ടോളം മണ്ണ് മാന്തുന്നു അരയോളം കുഴി കുഴിച്ചു അന്നേരത്ത് കൂളിവാകപ്പെണ്ണ് ശ്രീകരിമ്പനയിൽ മുതുചാരി നിന്നു ഓരരിച്ചെന്നു നോവേ വിളിക്കുമ്പോ ഓരാർത്തം പിള്ള വന്ന് താഴ്ത്തുറക്കുന്നു രണ്ടരിശോന്ന് നോവാല വിളി പകരുന്ന നേരത്ത് ശിവനും ശക്തിയും ഒന്ന് വരം കൊടുക്കുന്നു മൂന്നരിശെന്നു നോവേ വിളിക്കുമ്പോ മൂന്നൂർ കുടം മുടഞ്ഞു വിളിയും കഴിഞ്ഞു തീണ്ടായ്മ തോന്നി തുടങ്ങുന്നു നാലരിശെന്നുണ്ട് നോവാല വിളി പകരുമ്പോ നാഗനാരായണ സ്വാമി വന്ന് വരം കൊടുക്കുന്നല്ലോ അഞ്ചരിശെന്നുണ്ട് നോവാല വിളി പകരുന്ന നേരത്ത് പിടിച്ചിരുന്ന പിള്ള പിടിവള്ളി വിട്ടു കുഞ്ഞിക്കരണം പറയുന്നു സദാശിവനെ തൊഴുതു മാതാവിന്റെ തണ്ടലോട്ട ചുറ്റി അണിയുടെ യാത്രയും കൈവഴങ്ങുവേ ആരളിശോന്നേ നോവാല വിളി പകരുന്ന നേരത്ത് പഞ്ചമാം എന്ന ഭൂമി സ്ഥലത്ത് വച്ചു ഒന്നുക്കും പിന്നാലെ അതുക്കും പിന്നാലെ പിന്നേക്കും പിന്നാലെ പിന്നേക്കും പിന്നാലെ കൂടെ 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 ഓരോരോ മക്കളെ 335 മക്കളെ കൂളിവാകപ്പെണ്ണ് കൂളിക്കുന്ന കാട്ടകത്ത് വെച്ച് പ്രസവം കഴിഞ്ഞ് കാണുന്ന നേരത്ത് പെണ്ണായിരിക്കുന്നു ഓരോരോ മക്കളെ പിന്നേക്ക് പിന്നാലെ കൂടെ കൂടെ കൂളിവാക കൂളിക്കുന്ന കാട്ടകത്ത് പ്രസവം കഴിഞ്ഞ് കാണുന്ന നേരത്ത് കൂളിവാകപ്പെണ്ണ് മക്കളെ നോക്കുന്ന നേരത്ത് നെല്ലിക്ക വട്ടി മറഞ്ഞതുപോലെ പഴച്ചക്ക് വന്ന് ഹൃദയച്ചാരെ പോലെ കയറ്റത്ത് ചേർന്ന ആലിന് വണ്ടി മറഞ്ഞതുപോലെ ഓരോരോ മക്കളുടെ ഇരിപ്പൊന്നു കണ്ട് കിടപ്പൊന്നു കണ്ടു ആവും അന്നേരത്ത് കൂളിവാകപ്പെണ്ണായിരിക്കുന്നു പേടിച്ചു ഭയപ്പെട്ടു ഉള്ളം തല്ലി ഉടന്നു വിളച്ചു കൂളിവാകപ്പെണ്ണായിരിക്കുന്നു നെല്ലകരമാനെന്ന് പറഞ്ഞു അയ്യോ അച്ഛാ ശ്രീ പരമശിവ ഭഗവാൻ എനിക്കൊരു പിള്ളയ്ക്ക് വരം തന്നിട്ട് ഈ കണ്ട
പാരാരുണ്യ മക്കളെ ഞാനൊന്ന് പെറ്റ് പ്രസവിച്ചില്ലേ, എന്നിട്ടും എന്റെ അണിവയറ്റിൽ കിടന്ന് തുമ്പി പോലെ ചിലയ്ക്കുന്നു, നാഗം പോലെ ചീറ്റുന്നു, ചെങ്കില പോലെ ചിലമ്പുന്നു എന്റെ വയറ്റിൽ കിടക്കുന്നത്. കല്യാണ കുട്ടിയാണ് നീ കണ്ണിയോ വെമ്പാരമൂർക്കന്റെ കുഞ്ഞോ എന്നറിഞ്ഞില്ല. ഇതിനെന്ത് കൂളിവാകപ്പെണ്ണ് നിലനിൽക്കുന്ന നേരത്ത് പെട്ടെന്നേ വന്നു ഒന്നല്ലോ ആരോമലുണ്ണി. പൊന്മകനെ മൂടൽ ശീലയോടുകൂടി പ്രസവിക്കുമ്പോ മൂടൽ ശീല വിളിച്ചു നോക്കുന്ന നേരത്ത് മകനായിരിക്കുന്ന നെറ്റിയിൽ മഞ്ഞ ചുറ്റിയ കൊണ്ട് മകനെ പൊൻകിരീടം മഴ തോന്നുന്നല്ലോ. ഇരുകൈകളെയും കാഞ്ഞിലക്കുറുവടി മുച്ചാൻ കുറുവടി മുൻമുടിഞ്ഞ പോത്താങ്കോലുണ്ട് മകനെ. യോഗവട്ടം മഴ തോന്നുന്നു. അന്നേരത്ത് ആളിൽ കുറുവനെങ്കിലും അർത്ഥത്തിൽ വരികണമെന്ന് കൂടി വാകയ്ക്ക് മകനെ നോക്കുമ്പോൾ തോന്നുന്നു ആര്യൻ ചെമ്പൻ ചെറുപോത്തിന്റെ പുറത്തിരിക്കുന്നത് പോലെ കൂടി വാകയ്ക്ക് മകനെ നോക്കുമ്പോൾ തോന്നുന്ന നേരത്ത് കൂളിവാകമെണ്ണായിരിക്കുന്ന മക്കളെ ഒക്കെ വാരിയെടുക്കുന്നല്ലോ. കുളിപ്പിക്കുന്ന അണിമുലയും കൊടുത്തോ താലോല പാട്ടുകൾ പാടി കൊഞ്ചിക്കുന്നല്ലോ, അണി വളർത്തുന്നു. അങ്ങനെ മക്കൾക്കായിരിക്കുന്നു 20 കഴിഞ്ഞ് 28 നാൾ വന്നു അടുക്കുന്നൊരു കാലത്ത് കുട്ടി, മുത്തുകുട്ടി, രത്നക്കുട്ടി, വേലിക്കുട്ടി, വർണ്ണക്കുട്ടി, ജ്വാലക്കുട്ടി, സ്വപ്നക്കുട്ടി, കരിക്കുട്ടി, ഒടിക്കുട്ടി, ചതിക്കുട്ടി, കൽപ്പനക്കുട്ടി, വെറ്റിലക്കുട്ടി, പുകലക്കുട്ടി, നഷ്ടക്കുട്ടി, ലാഭക്കുട്ടി, പറമ്പിലെ കുട്ടി, പാദ്യാപുറത്ത് കുട്ടി, ജലക്കുട്ടി, ഗന്ധക്കുട്ടി, പുഷ്പക്കുട്ടി, ധൂപക്കുട്ടി, ദീപക്കുട്ടി, കർപ്പൂരക്കുട്ടി, മാരണത്ത് കുട്ടി, ജ്വാലക്കുട്ടി, അഗ്നിക്കുട്ടി, ഇളവള്ളിക്കുട്ടി, പന്തല്ലൂര് കുട്ടി, കാട്ടുമാടത്തിങ്കൽ കുട്ടി, വാസുപുരം കുട്ടി, പൊന്നാരങ്കരി കുട്ടി. ഒക്കേലും മുടിവിലേക്ക് പിറന്ന മകനെ പേര് വിളിക്കുന്നല്ലോ. വിഷ്ണുവിന്റെ മായത്താലും പരമേശ്വരന്റെ ബീജത്താലും പിറന്നോരു മകനെ അസുരാഗുരുവേ പൊന്നുണ്ണി വിഷ്ണുവായേ, പൊന്നുണ്ണി വിഷ്ണുവായേ, പൊന്നുണ്ണി വിഷ്ണുവായേ, വിഷ്ണുവായേ, പൊന്നുണ്ണി വിഷ്ണുവായേ, വിഷ്ണുമായ ദത്ത, വിഷ്ണുമായ ദത്ത. അച്ഛന്റെ ഓമന പൈതലേ പൊന്നുണ്ണി വിഷ്ണുവായേ, പൊന്നുണ്ണി വിഷ്ണുമായ ദത്ത എന്നിങ്ങനെ 3 പേരും മുമ്പേരും കൊണ്ട് പേർ വിളിക്കുന്നപ്പോ
തോടിടന്നു വന്ന് ഭൂമിയോട് കീറാകുന്നല്ല എത്തിക്കുന്ന് ചെറുമാൻകുന്ന് ചെമ്പരത്തിക്കുന്ന് ഇടഞ്ഞു കൂടിക്കുന്ന് കാട്ടങ്ങളൊക്കെ ഇടകടന്നു വഴി പോരുന്നു കൂടിക്കുന്ന് കാട്ടകത്ത് വന്നു മക്കളെ കൊണ്ടുവന്നു അടിവളർത്തും അങ്ങനെ പേരിട്ട് ആറാകുന്ന മാസത്തിൽ അച്ഛനുണ്ണുന്ന വട്ടകാലത്തിൽ ഉപ്പ് പുളി പഞ്ചസാര കൂട്ടി ഉണ്ണി മക്കളുടെ ചോറൂണും കഴിഞ്ഞു 1.5 വയസ്സിൽ ഓണത്തിന് മഞ്ഞ ചുറ്റാടയിച്ചു 2 വയസ്സിൽ ഈരടി വെച്ച് കളിയും തുടങ്ങുന്നു 4 വയസ്സിൽ മുടിയടൽ വരുന്നു വാചാലുകളൊക്കെ വന്നു എന്ന് 4 വയസ്സ് കാലപ്രായങ്ങളൊക്കെ വന്നു മക്കൾക്ക് കഴിയുന്നു 5 വയസ്സിൽ കുത്താത്ത കാതുകളിൽ അച്ഛന്റെ ശംഖ് മുദ്ര അടയാളങ്ങളൊക്കെ വന്നു പേർത്തണിഞ്ഞു 6 വയസ്സിലായിരിക്കുന്നു ആറാടികളെയും തുടങ്ങുന്നു 7 വയസ്സുകാല പ്രായമാകുമ്പോ കേലും ഒടുവിൽ പിറന്ന പൊന്നുണ്ണിമായ പറഞ്ഞു അയ്യോ എന്റെ ഏട്ടന്മാര് നമ്മൾക്ക് 7 ഇളം വയസ്സുകാല പ്രായമായില്ല വിശന്നിട്ടിരുന്നൂടല്ലോ പുറത്തൂടല്ലോ അച്ഛൻ ശ്രീ പരമശിവന്റെ തരി ഉണർത്തിയ കാര്യമായതിനെ കേട്ടോ അച്ഛനോട് പറഞ്ഞു അച്ഛാ ഞങ്ങൾക്ക് 7 ഇളം വയസ്സുകാലം പ്രായമായില്ലേ ചായത് കൊണ്ട് ഞങ്ങൾക്ക് കൊത്തിക്കൂടാ പാടിക്കൂടാ ചായതിനെ കൊണ്ട് അച്ഛൻ ഞങ്ങൾക്ക് മണിയില്ലം കൽപ്പിക്കണ ആയതിനെ കേട്ടോ അച്ഛൻ പരമേന്ദ്രൻ മക്കളോട് നിന്ന് ചോദിക്കുന്നതേ ചോദിച്ചു മക്കളെ നിങ്ങൾക്ക് ഇന്ദ്രാലോകങ്ങളോ മന്ത്രാലോകങ്ങളോ ദേവലോകങ്ങളോ അച്ഛൻ നിങ്ങൾക്ക് മേലില്ലങ്ങളൊക്കെ തോറ്റിടേണ്ടത് മക്കളെ ഇന്ദ്രാലോകങ്ങള് മന്ത്രാലോകങ്ങളൊന്നും ഞങ്ങൾക്ക് അഴകല്ല ഭൂമി ലോകത്ത് മനുഷ്യ ചെറുകുടിയാണ് മനുഷ്യരുടെ ലോകം ഞങ്ങൾക്ക് അഴകാണ് കേൾക്കുന്ന നേരത്ത് ഓരോരോ മക്കൾക്ക് ഓരോരോ മേലില്ലങ്ങളൊക്കെ തോറ്റു കിടക്കുന്നു വാകു നല്ലൂർക്ക് വടു നല്ലൂർക്ക് വാസുപുരത്തേക്ക് അഖിലാണ്ടത്തേക്ക് പൊന്നാരങ്കരയും കുട്ടിക്ക് പന്തല്ലൂർ വട്ടേരിയുടെ മേലില്ലങ്ങളൊക്കെ തോറ്റി കൊടുക്കുമ്പോ വെള്ളക്കാളയുടെ ഏർവാഹനമായി തോറ്റി കൊടുക്കുന്ന നേരത്ത് പൊന്നാരങ്കരം കുട്ടിയായിരിക്കുന്നല്ലോ വെള്ളക്കാളിയുടെ പുറത്ത് കയറി കാണാർ മണി തട്ടിക്കിലേക്ക് പോകുന്ന തരിനാഥം കേട്ടു പൊന്നുണ്ണി വിഷ്ണുമായി ചോദിച്ചു അയ്യോ അച്ഛാ ശ്രീപരമശിവമാണ് എന്റെ കൂടെ പിറന്ന ചേട്ടന്മാരൊക്കെ എന്നെ വിട്ടുപോയില്ലേ അച്ഛാ എന്തുകൊണ്ടാണ് അച്ഛ എനിക്ക് വാഹനങ്ങൾ മേലില്ലങ്ങളൊക്കെ തോറ്റിരാനതായതിനെ കേട്ട് നേരത്ത് പറഞ്ഞു അയ്യോ എന്റെ മായെ നിനക്കായിരിക്കുന്നു പുഞ്ചനല്ലൂർ വട്ടേരിയുടെ മേലില്ലം അഴകാണ് മകനെ പട്ടേരിയുടെ മേലില്ലത്ത് പോയി 10 പന്തീരായിരം പറവ് വിതയ്ക്കുന്ന പുഞ്ചമയിലിപ്പാടങ്ങളൊക്കെ നട്ടുകരകയറി നിനക്കായിരിക്കുന്നു വെല്ലിക്കൂലികൾ എട്ടിനാരായി പെണ്ണിന്റെ വലത് കയ്യാൽ വെച്ചോര് കലശങ്ങളൊക്കെ കൈകൊള്ളാൻ മകനെ എന്നൊരടി ചെയ്യുന്ന കാലത്തെ വിഷ്ണുവായ പറഞ്ഞു അച്ഛാ പരമേശ്വര ഭഗവാനെ പുഞ്ചനല്ലൂര് പട്ടേരിയുടെ മണിയില്ലത്തേക്ക് വഴി പോകണമെങ്കില് കാൽനട എനിക്ക് ഒട്ടും തന്നെ വശമില്ലല്ലോ അച്ഛാ എന്റെ കുഞ്ഞി കാലടി വെച്ച് ഞാൻ എങ്ങനെ നടന്നു പോകും അച്ഛാ അച്ഛൻ എനിക്കൊരു വാഹനത്തെ തോറ്റി തന്നേ മതിയായുള്ളൂ എന്നതിനെ കേൾക്കുമ്പോ അച്ഛൻ പരമേശ്വരൻ പറഞ്ഞു മോനെ നിനക്ക് ആനയെ വേണടാ മകനെ ഒട്ടകം വേണോ സിംഹം വേണോ മോനെ മാനോ അഭിമാനോ നിനക്ക് വേണ്ടേ എന്നതിനെ കേൾക്കുമ്പോ പൊന്നുണ്ണി വിഷ്ണുവായ പറഞ്ഞു അച്ഛാ അച്ഛാ എനിക്ക് ആനയും വേണ്ട ഒട്ടകം വേണ്ട സിംഹം വേണ്ട അച്ഛാ മാനും അഭിമാനും വേണ്ട അച്ഛാ അച്ഛൻ എനിക്ക് വാഹനത്തെ തോറ്റി തരികയാണെങ്കിൽ അച്ഛന്റെ ഒട്ടക്കൊമ്പനെന്നോ ഓലക്കൊമ്പനെന്നോ മുണ്ടൻ മുറിവാലനായിട്ടുള്ള ആര്യൻ ചെമ്പം കണ്ടൻ ചെറുകാലം പോത്തിനെ അച്ഛൻ എനിക്ക് തോറ്റി തന്നേ മതിയായുള്ളേ
മേച്ചിൽ പുറം കൊണ്ട് വഴി പോയല്ലടാ. ആയതിനെ കേൾക്കുമ്പോ ശ്രീ പരമേന്ദ്രൻ നല്ലതിനോട് പറഞ്ഞു വച്ചാം ശ്രീ മഹാദേവ കാട്ടുമാടം മുഞ്ചനെല്ലൂര് അച്ഛൻ പട്ടേരി തമ്പുരാന്റെ മണിയില്ലത്തേക്ക് ഞാനും പോകില്ലച്ചോ. ആയതിനെ കേട്ടോ അച്ഛന്റെ മകനായിരിക്കുന്ന പൊന്നുണ്ണി വിഷ്ണുവായക്ക് അച്ഛൻ പരമേശ്വരൻ നിന്നിടത്ത് നിന്ന് ജയമാനമെന്ന കാളിക്കരിങ്കല്ലെടുത്തു വെച്ചതേ ആകാശം അടച്ചതേ ഭൂമി ജീവമന്ത്രം ചൊല്ലി ജീവനെ വരുത്തുന്നു. വരുന്നുവല്ലോ ഒരു കോട്ടവാനല്ല പുള്ളി മാൻമറിമാനുകൾ അന്റെ കൂട്ടത്തിലോ ചാടി വീഴുന്നു പൊന്നുണ്ണി വിഷ്ണുമായ മാനോടും കുടങ്ങഴിഞ്ഞു ഇരുപ്പ് കണ്ടു സ്വാമിയേ. ഞാനിവിടെ വന്നത് എന്റെ ചേട്ടന്മാര് അവരാരും മറന്നിട്ടില്ല. വിളിച്ചറിയിക്കാതെ എന്റെ മായ തട്ടി ചേട്ടന്മാരറിയിക്കണോ. അടയ്ക്കൊണ്ടിൽ നല്ല കാഞ്ഞര കുരുവിയിട്ട് തീയൂതി വലുതാകുമ്പോ ചേട്ടന്മാരുടെ സവനയുടെ കൂട്ടത്തേക്ക് തീ കുടകാരത് കൊണ്ട് നല്ല ആവതില്ല പുറതില്ല നാലവർ ചേട്ടന്മാരെ അകന്തളത്തില് നല്ല ഓട്ടവുമല്ല കാട്ടവും തുടങ്ങുന്നുണ്ട്. ഇത് ആരുടെ മായം ജതിമായോ മറിമായമാണെന്നോ പൊന്നുണ്ണി വിഷ്ണുമായ ഇവിടെ വന്നിട്ടുണ്ടോ. ഞാനിവിടെ വന്നിട്ടുണ്ട് എന്റെ നാലവർ ചേട്ടന്മാരെ. എന്തിനെ കൊണ്ട് നിങ്ങൾ വിളിച്ചോ തോപ്പിച്ചോ പട്ടായിട്ട് ലഭിച്ചോ. ഞങ്ങൾ ഇവിടെ വന്ന് പുഞ്ചവൈലി പാടും തെളി കഴിഞ്ഞു മകനേ. പുഞ്ചപാടത്ത് ഞങ്ങൾ കണ്ടതില്ലല്ലോ. പുഞ്ചപാടത്തെ വെള്ളം കാണാതെ അച്ഛൻ ഞങ്ങളുടെ വലിയ കൂലകൾ കുറവ് ചെയ്തിട്ട മകനെ പൊന്നുണ്ണി വിഷ്ണുമായേ. നിങ്ങൾ ദുഃഖിക്കല്ലേ ക്ലേശിക്കല്ലേ ആലപടേ മോളെ ആളെ നോക്കുമ്പോഴേ ആ
അവിടെ കാണാനില്ലടോ വട്ടിരിക്കും ഒരു വാദിക്കലുള്ള ഓടി ചെന്നു ഉറക്കമാണോ നിങ്ങൾ ഉണർച്ചയാണോ എന്റെ അച്ചാരം പോരാനേ